വിക്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അച്ഛൻ ഇറക്കി വിട്ട സങ്കടത്തിൽ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ കമലമ്മയോട് വേദ. വിക്രം അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് പറ്റി വേദാളത്തിനെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും വേദ അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. വേദമോൾക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കമലമ്മ. ഏതായാലും അമ്മേ എനിക്ക് വിശക്കുന്നു, ഭക്ഷണം എടുക്കുക എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ വേദ വിളമ്പിക്കെടുക്കാനൊന്നും തന്നെ ചെല്ലുന്നില്ല. വേദ തന്നെ മൈൻഡ് പോലും ചെയ്യാതിരിക്കുന്ന സമയത്തിന് വേദയുടെ മനസ്സിൽ എത്രമാത്രം സങ്കടമുണ്ട് എന്നുള്ള കാര്യമൊക്കെ വിക്രത്തിന് നന്നായിട്ട് മനസ്സിലാക്കും. അങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് വിക്രത്തിൻ്റെ കുപ്പിയിൽ പോലും വേദ വെള്ളം നിറച്ച് വെച്ചിട്ടില്ല. ഇത്ര ദിവസമായിട്ടും വേദ അതൊന്നും മുടങ്ങാതെ കറക്റ്റായിട്ട് ചെയ്തിരുന്നതായിരുന്നു. അങ്ങനെ വിക്രം ഏതായാലും ആ ഒരു വെള്ളക്കുപ്പി എടുത്തിട്ട് ഇങ്ങനെ തിരിയുന്നതോടുകൂടി തന്നെ വേദയെ കാണാണ്. വേദയെ കാണുന്ന സമയത്തിന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നീ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലെന്ന്, നീ ഇനി വിഷമിച്ചിട്ട് സങ്കടപ്പെട്ട് അവിടെ തന്നെ കിടക്കും, നീ വിഷമിച്ചിട്ട് ഇനി ഒരിക്കലും ഈ മുറിയിലേക്ക് വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ പറയാണ് വിക്രം. അന്നേരം വേദ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛനും ഭർത്താവും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പെണ്ണിനൊരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ചിലവരൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ് വിക്രം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേദ. പിന്നീട് അങ്ങനെ വിക്രവും വേദയും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരിക്കും. വഴക്കിനൊടുവിൽ വേദ ഏതായാലും താൻ ഇനി വിക്രത്തിൻ്റെ കട്ടിലേക്ക് കിടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വാശി പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ പുതപ്പ് മൂടിയിട്ട് കിടക്കായിരിക്കും വേദ. എന്നാൽ വിക്രം അവിടെ ഇരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല വേദ ഉറങ്ങുന്നതും ഇങ്ങനെ കണ്ണുമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അന്നത്തെ ആ ഒരു ദിവസം വിക്രവും വേദയും മാത്രമായിട്ട് ആ ഒരു വീട്ടിൽ വല്ലാതെ അങ്ങ് അകപ്പെട്ടു പോവുകയാണ്. വിക്രവും വേദയും ഒരിക്കലും വീട്ടിലില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മാത്രമായിരിക്കും വീട്ടുകാരെല്ലാം തന്നെ വീടിൻ്റെ 2 വാതിലും ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഗേറ്റൊക്കെ പൂട്ടിച്ച് അവിടെ നിന്നും പോകുന്നത്. ഏതായാലും അന്നത്തെ ആ ഒരു ദിവസം ഒരു രാത്രിയും ഒരു പകലും മുഴുവനായിട്ട് വിക്രവും വേദയും ആ ഒരു വീട്ടിൽ വല്ലാതങ്ങ് ഒറ്റപ്പെട്ടു പോവാണ്. ഒരു വിധത്തിലും അവർക്ക് 2 പേർക്കും 2 വാതിൽ കൂടെ പുറത്തിറങ്ങാനുള്ള യാതൊരുവിധ ചാൻസും ഇല്ല. കാരണം അച്ഛനാണെങ്കിൽ വാതിൽ 2 പൂട്ടിയിട്ട് ഗേറ്റൊക്കെ പൂട്ടിയിട്ടായിരിക്കട്ടോ എല്ലാവരും ചേർന്നിട്ട് അവിടെ നിന്ന് പോയിരിക്കുന്നത്. അങ്ങനെ 2 പേരും ഒറ്റക്കായിട്ട് ആ ഒരു വീട്ടിൽ അകപ്പെടുന്നതോടുകൂടെ തന്നെ വിക്രമും വേദയായിട്ടുള്ള കുറേയധികം വഴക്കും റൊമാൻസും ആയിട്ടുള്ള അടിപൊളി ഭാഗങ്ങളൊക്കെ ഉണ്ടോ വരുന്നത്. വിക്രമിനെ ഏതായാലും ഒറ്റയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെ വിക്രമിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് വേദ. അങ്ങനെ കുറേയധികം തുണികളൊക്കെ വിക്രമിനോട് കൊണ്ടുപോയിട്ടിട്ട് അതൊക്കെ മടക്കി വെക്കാൻ പറയും. വേദയും ഹെൽപ്പിന് വേണ്ടിയിട്ട് കൂടുന്നുണ്ടോ. അങ്ങനെ 2 പേരും തുണികളൊക്കെ ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ തുണികൾ പിടിക്കുന്ന സമയത്തിന് പെട്ടെന്ന് ഒരൊറ്റ വലിയായിരിക്കും വിക്രം. അങ്ങനെ പെട്ടെന്ന് വിക്രം ആ ഒരു വലിക്കുന്നതിൻ്റെ ആഘാതത്തിൽ വേദ ഏതായാലും പെട്ടെന്ന് വന്നിട്ട് വിക്രമിൻ്റെ മേലേക്ക് അങ്ങ് വീഴുന്നു മാത്രമല്ല 2 പേരും തമ്മിൽ കൂട്ടിമുട്ടുന്നൊക്കെയുണ്ട്. അങ്ങനെ ആരുമില്ലാത്ത സമയത്തായത് കൊണ്ട് തന്നെ പെട്ടെന്ന് 2 പേരുടെയും മനസ്സിലൊരു റൊമാൻസൊക്കെ വരുന്ന കുറച്ച് നേരത്തേക്ക് ഒരു റൊമാൻറ്റിക് സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും മറ്റാരുമില്ലാതെ ഇവർ 2 പേരും മാത്രമായിട്ട് വീട്ടിലകപ്പെട്ടതോടുകൂടി തന്നെ മറ്റാരോട് സംസാരിക്കാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിക്രത്തിൻ്റെയും വേദയുടെയും മനസ്സിൽ ചെറുതായിട്ടുള്ളൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും. എന്നാൽ അവരിങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്തിന് അത് പിന്നെ ദേഷ്യത്തിലും വഴക്കൊക്കെ ആയിരിക്കട്ടോ ചെന്ന് അവസാനിക്കുന്നത്. ഏതായാലും അന്ന് 2 പേരും കുറേയധികം സംസാരിച്ചതിന് ശേഷം 2 പേരും വഴക്കാവുന്നുണ്ടെന്ന് മാത്രമല്ല കുറേയധികം നേരം വഴക്ക് കൂടുട്ടോ. അങ്ങനെ പില്ലോ ഫൈറ്റ് ആയിരിക്കും 2 പേരും തമ്മിൽ. 2 പേരും ആ ഒരു തലയണ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്ന സമയത്തിൻ്റെ പില്ലോ ഒക്കെ കീറിയിട്ട് അതിലുള്ള പഞ്ഞൊക്കെ ഇങ്ങനെ ആകെ ദേഹത്തും നിലത്തും ബെഡിലും ഒക്കെ ഇങ്ങനെ ആകെ ആവുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന സമയത്തിന് എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് വിക്രം എങ്ങനെയെങ്കിലും വേദയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും വേദ വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. ഏതായാലും ഇത്രമാത്രം ഫൈറ്റിന് ശേഷം വേദന അടുത്ത ഊഴ റൊമാൻസാണ്. എങ്ങനെയെങ്കിലും വിക്രത്തിനെ തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വേദ ഇങ്ങനെ വിക്രത്തിനെ ചേർത്ത് പിടിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ വിക്രമാണെങ്കിൽ ഒരിക്കലും വേദ തൻ്റെ അടുത്തേക്ക് വരണ്ട, വേദയുടെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം ഇങ്ങനെ വേദയിൽ നിന്നും അകലാനാണ് ശ്രമിക്കുന്നത്. വേദക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും വിക്രമിനെ സ്വന്തമാക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ വേദ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നതോടുകൂടി തന്നെ വിക്രവും വേദയും ഒരുമിച്ചങ്ങ് വീഴും. അങ്ങനെ 2 പേരും ഒരുമിച്ചങ്ങ് വീഴുന്നതോടുകൂടി തന്നെ 2 പേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് പോലെ ആയിരിക്കട്ടെ താഴേക്ക് വീഴുന്നത്. അങ്ങനെ 2 പേരും ഒത്തൊരുമിച്ചിങ്ങനെ ഇഴകിച്ചേർന്ന് വീഴുന്നതോടുകൂടി തന്നെ 2 പേരുടെയും മനസ്സിലെ റൊമാൻസൊക്കെ പൊട്ടി വരുന്നുണ്ട്. അന്നത്തെ ആ ഒരു ദിവസം 2 പേരും വീട്ടിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടതോടുകൂടി തന്നെ വിക്രത്തിൻ്റെയും വേദയുടെയും മനസ്സ് വല്ലാതെ അങ്ങ് ചാഞ്ചാടുന്നുണ്ടെന്ന് മാത്രമല്ല 2 പേരും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീഡിയോ ഞാൻ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ല.